ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അത് കറിയോ പലഹാരങ്ങളോ സ്വീറ്റോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഈസി മെത്തേഡ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുക, അല്ലേ? കിച്ചണിൽ കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരായിരിക്കും അധികം പേരും. അങ്ങനെയുള്ളവർക്ക് അരി കുതിർക്കുകയും അരക്കുകയും ഒന്നും ചെയ്യാതെ, പിന്നെ മൈദ തരി പോലും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയി ഉണ്ടാക്കാവുന്ന ഒരു ഇൻസ്റ്റന്റ് നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അരിപ്പൊടി ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് എപ്പം നെയ്യപ്പുണ്ടാക്കാൻ തോന്നുന്നോ അപ്പൊ തന്നെ മറ്റേത് സ്നാക്സിനേക്കാളൊക്കെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അധികവും ഇങ്ങനെയുള്ള ഈസി റെസിപ്പികൾ തന്നെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പൊ ഇനി ഇതുപോലുള്ള ഒരുപാട് റെസിപ്പികൾ നിങ്ങൾക്ക് കാണാനും പരീക്ഷിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം മിസ്സാവാതെ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെയ്യപ്പത്തിലേക്കുള്ള തേങ്ങാക്കൊത്ത് നമുക്ക് ആദ്യം വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിച്ച് ചൂടായാൽ തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് വറുക്കാതെ ഡയറക്റ്റ് മാവിലേക്ക് ചേർക്കാട്ടോ. തേങ്ങാക്കൊത്ത് വറുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് വറുത്ത് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യുക. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനൊരു മീഡിയം മധുരത്തിലാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 150 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ മധുരത്തിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ശർക്കര 200 ഗ്രാം വരെയൊക്കെ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഫ്ലെയിം ഓൺ ആക്കി ശർക്കര നന്നായി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഇപ്പൊ ശർക്കര മുഴുവൻ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് അരിച്ചെടുക്കണം. അടുത്ത ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. പിന്നെ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ മൈദക്ക് പകരം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയും റവയാണ്. 1/4 കപ്പ് ഗോതമ്പ് പൊടിയും അത്ര തന്നെ റവയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ലാസ്റ്റ് ആയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പിന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചതോ അല്ലെങ്കിൽ നല്ല ജീരകം മുഴുവനായോ പൊടിയായിട്ടോ ചേർക്കാം. പിന്നെ കറുത്ത എള്ള് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ. പക്ഷെ ഞാനിതൊന്നും ചേർക്കണില്ല. ഇപ്പൊ നമ്മുടെ നെയ്യപ്പത്തിന്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായി ചട്ടിയിലേക്ക് നെയ്യപ്പം മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രം നെയ്യപ്പത്തിന്റെ മാവ് ഒഴിക്കാം. ഇത് മുഴുവനായി പൊന്തി വന്നാൽ പിന്നെ ഫ്ലെയിം ലോ ആക്കി വെക്കാം. അതിനുശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നെയ്യപ്പം ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോഴും ഫ്ലെയിം കൂട്ടി വെച്ച് ഓയിൽ നന്നായി ചൂടായിട്ടിരിക്കാൻ ശ്രദ്ധിക്കാട്ടോ. എന്നാലേ നെയ്യപ്പം നന്നായി പൊന്തി വരുമോ. പൊന്തിയതിനു ശേഷം പിന്നെ വീണ്ടും ഫ്ലെയിം ലോ ആക്കാം. ഇതിലേക്ക് ചെറിയ തരികളുള്ള റവ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ പുറം ഭാഗത്ത് ഇതുപോലെ തരികളൊന്നും കാണാതെ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടും. നമ്മൾ പച്ചരി കുതിർത്ത് അരച്ചുണ്ടാക്കുന്ന നെയ്യപ്പത്തിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ ഒന്നും കാണാനില്ലെങ്കിലും ടേസ്റ്റിൽ ഒരു കുറവില്ല കേട്ടാ. പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് നെയ്യപ്പം ഉണ്ടാവുക. അപ്പൊ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് വീഡിയോയുടെ അടിയിൽ കമന്റായി അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായവും മറക്കാതെ കമന്റായി അറിയിക്കാട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.